ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ശനി പ്രദോഷത്തെക്കുറിച്ചാണ്. ഈ വരുന്ന ഫെബ്രുവരി 14 ശനിയാഴ്ചയാണ് ശനി പ്രദോഷം വരുന്നത്. അതിന് പിറ്റേ ദിവസം വരുന്നത് മഹാശിവരാത്രിയാണ്. അപ്പോൾ ഈ 2 ദിവസവും വളരെയധികം ഹൈലി ഓസ്പീഷ്യസ് ആൻഡ് ആക്ടിവേറ്റ് ആയിരിക്കുന്ന ദിവസമാണ്. പ്രപഞ്ചത്തിലെ എനർജിയും കോസ്മിക് എനർജിയും ഒന്നുചേരുന്ന ശിവരാത്രിയുടെ തലേ ദിവസമാണ് എല്ലാ വർഷവും പ്രദോഷം വരുന്നത്. ചില വർഷങ്ങളിൽ പ്രദോഷവും ശിവരാത്രിയും ഒന്നിച്ച് വരാറുണ്ട്. പക്ഷേ ശനി പ്രദോഷം പിറ്റേ ദിവസം ശിവരാത്രി വരുന്നത് വളരെയധികം അപൂർവമായിട്ടാണ്. ശനിദോഷ നിവാരണത്തിന് ഏറ്റവും ഉത്തമമായി കരുതപ്പെടുന്ന ശനി പ്രദോഷം ഈ പ്രാവശ്യം മഹാശിവരാത്രിയുടെ തൊട്ടു തലേന്ന് വരുന്നത് ശ്രേഷ്ഠവുമാണ്. അതിനോടൊപ്പം തന്നെ അത്ഭുതകരമായ ഫലസിദ്ധിയും കൂടിയിട്ടാണ് നമുക്ക് തരുന്നത്. അതുമാത്രവുമല്ല, കൃഷ്ണപക്ഷത്തിലാണ് ഇപ്രാവശ്യം ശനി പ്രദോഷം വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. വെളുത്ത പക്ഷവും കറുത്ത പക്ഷവും ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അതിൽ വരുന്ന കറുത്ത പക്ഷത്തിൽ വരുന്ന ശനി പ്രദോഷം ഹൈലി പവർഫുള്ളായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ ദിവസം മിസ്സാക്കരുത്. നാളെ വെള്ളിയാഴ്ച മുതൽ തുടർച്ചയായി 3 ദിവസം നമുക്ക് വ്രതമെടുക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച ഈ 3 ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് വ്രതമെടുക്കാം. ഇനി വെള്ളിയാഴ്ച സാധിക്കില്ല എന്നുള്ളവർക്ക് ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ച ഈ 3 ദിവസങ്ങളിലായിട്ടും വ്രതമെടുത്ത് ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിച്ച് മഹാദേവന് മുൻപിൽ നിങ്ങൾ വെക്കുന്ന ഏതൊരാഗ്രഹവും ഭഗവാൻ നമുക്ക് സാധിച്ചു തരും. ഈ ഒരു പ്രദോഷത്തിലെ വ്രതാനുഷ്ഠാനം ശിവപ്രീതിയാൽ എല്ലാ ദുരിതങ്ങളും അലച്ചിലുകളും അവസാനിപ്പിക്കുമെന്നാണ് പറയുന്നത്. അതുമാത്രവുമല്ല, ശനിയാഴ്ചയും പ്രദോഷവും വരുന്നതെന്ന് പറയുന്നത് തന്നെ വളരെയധികം പ്രത്യേകതകൾ ഉണ്ടെന്നാണ് ആചാര്യന്മാർ പോലും പറയുന്നത്. അപ്പോൾ പിന്നെ ശിവപ്രീതിക്ക് പേരുകേട്ട ശിവരാത്രിയോട് കൂടി ചേർന്ന് വന്നിരിക്കുന്ന ശനി പ്രദോഷം, അതിൻ്റെ മാഹാത്മ്യം പ്രത്യേകം നമുക്ക് വിശദീകരിക്കേണ്ടെന്ന് ആവശ്യമില്ലല്ലോ. അപ്പോൾ വ്രതമെടുക്കുന്നവരൊക്കെ വെള്ളിയാഴ്ച രാത്രിയിൽ നോൺ വെജ് ഒഴിവാക്കി മറ്റെന്തെങ്കിലും ഫുഡ് നിങ്ങൾക്ക് കഴിക്കാം. പിറ്റേ ദിവസം ശനിയാഴ്ച സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് ഭസ്മം ധരിച്ച് വീട്ടിൽ ശിവലിംഗമുള്ളവർ ശിവലിംഗത്തിന് അഭിഷേകം ചെയ്ത് കൂവളത്തിലകൾ, അത് ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞിരുന്നു, നിങ്ങൾ വെള്ളിയാഴ്ച തന്നെ കൂവളത്തിലകൾ മരത്തിൽ നിന്ന് പറിക്കുന്നവരാണെങ്കിൽ പറിച്ചു ശേഖരിച്ചു വെക്കണം. കാരണം ശനിപ്രദോഷത്തിൻ്റെ അന്നും ശിവരാത്രിയുടെ അന്നും നമുക്ക് കൂവള മരത്തിൽ നിന്ന് കൂവളത്തില പറിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ കൂവളത്തില നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കൂവളത്തിലെങ്കിലും സംഘടിപ്പിച്ച് വെക്കണം. കാരണം ശിവരാത്രിയിലും ശനി പ്രദോഷത്തിലും നമ്മൾ ഒരു കൂവളത്തിലെങ്കിലും ശിവലിംഗത്തിന് സമർപ്പിക്കുന്നത് നമ്മുടെ എല്ലാ രീതിയിലുമുള്ള പാപങ്ങളെ ഇല്ലാതാക്കി തരും. അപ്പോൾ ആ കാര്യം മറക്കരുത്. പിന്നെ ഭസ്മധാരണം അത് മറക്കരുത്. പ്രദോഷത്തിന് എണ്ണ തേച്ച് കുളിക്കുന്നത്, സോപ്പ് തേച്ച് കുളിക്കുന്നത്, ഇവയൊക്കെ കാര്യങ്ങളൊക്കെ നിഷിദ്ധമാണ്. ശിവരാത്രിക്കും ഇതുതന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ശനി പ്രദോഷത്തിൻ്റെ അന്നും ശിവരാത്രിയുടെ അന്നും കൂടി കൂട്ടി 5001 പ്രാവശ്യം ഓം നമഃശിവായ എന്നുള്ള മന്ത്രം ചൊല്ലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ അത് വളരെ വളരെ ഉത്തമമായിരിക്കും. ശിവഭഗവാന്റെ ഫോട്ടോയാണെങ്കിലും ശിവലിംഗമാണെങ്കിലും അതിന് മുൻപിൽ ഒരു നെയ്ദീപം കൊളുത്തി വെച്ച് നമ്മൾക്ക് ബിൽവപത്രം കൊണ്ട്, അതായത് കൂവളത്തിലകൾ കൊണ്ട് ഭഗവാന്റെ അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതേ കൂവളത്തിലകൾ പിറ്റേ ദിവസം ശിവരാത്രിക്കും നമുക്ക് ഉപയോഗിക്കാം. വെള്ളം തളിച്ചെടുത്താൽ മതിയാവും. അതേപോലെ അന്നത്തെ ദിവസത്തെ ക്ഷേത്ര ദർശനം, അന്നത്തെ ദിവസത്തെ അന്നദാനം, പ്രത്യേകിച്ച് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ശനിയാഴ്ച ദിവസം അന്നദാനം ചെയ്യുന്നത് ശനി പ്രീതിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഈ പ്രദോഷത്തോടു കൂടി വന്നിരിക്കുന്ന ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ അന്നദാനം ചെയ്തിരിക്കണം. പക്ഷി മൃഗാദികൾക്കും മനുഷ്യന്മാർക്കും നമ്മളെക്കൊണ്ട് പറ്റുന്നത് പോലെ അവരുടെ വിശപ്പടക്കാനുള്ള എന്തെങ്കിലും തീർച്ചയായിട്ടും കൊടുക്കാൻ ശ്രമിക്കണം. അതേപോലെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഭഗവാന് ധാരയാണ് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട്. അതുകൊണ്ട്
നമ്മളെക്കൊണ്ട് പറ്റുന്ന ധാരകൾ, നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ എന്തൊക്കെ ധാരകളാണോ ഭഗവാന് ചെയ്യുന്നത്, കരിമീൻ ജ്യൂസ് കൊണ്ട്, ഇളനീര് കൊണ്ട്, തേൻ കൊണ്ട്, പാൽ കൊണ്ട്, അങ്ങനെയുള്ള എന്തൊക്കെയാണോ ധാരകൾ ചെയ്യുന്നത് അതിലേതെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഭഗവാന് കൂവളത്തില മാലയൊക്കെ വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ്. അതേപോലെ ഭസ്മം വാങ്ങിച്ച് സമർപ്പിക്കുന്നതും വളരെ വളരെ ഉത്തമമാണ്. നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ ശംഖാഭിഷേകം അങ്ങനെയാണ് ഭഗവാന് ധാര നടത്തുന്നതെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. പിന്നെ അടിപ്രദക്ഷിണം വെക്കുന്നത് എങ്ങനെയാണെന്ന് 2-3 പേര് സംശയം ചോദിച്ചിരുന്നു. നമ്മുടെ പാദങ്ങൾ ഒരു പാദത്തിനോട് മുട്ടിച്ച് ഒരു പാദം വെച്ച് വളരെ പതിയെ ശിവക്ഷേത്രത്തിനെ നമ്മൾ ചുറ്റുന്നതിനെയാണ് അടിപ്രദക്ഷിണം വെക്കുക എന്ന് പറയുന്നത്. ഇത് ശിവരാത്രി ദിവസവും ശനിപ്രദോഷത്തിനും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്രമേൽ നമ്മുടെ നടക്കാത്തൊരാഗ്രഹം അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അടിപ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അതിൻ്റെ കണക്കൊക്കെ ഞാൻ ശിവരാത്രി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അന്നത്തെ ദിവസം പോകാൻ സാധിക്കുമ്പം ക്ഷേത്രത്തിലുള്ള നന്ദി ഭഗവാന് ചുറ്റുമായി 11 അല്ലെങ്കിൽ 21 നെയ്ദീപങ്ങൾ കൊളുത്തി വെക്കണം. അത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല, എനിക്കറിയാം. അങ്ങനെയുള്ളവർക്ക് അത് വീട്ടിൽ ചെയ്യാവുന്നതാണ്. കാരണം പ്രദോഷ ദിവസത്തിൽ നന്ദികേശനും വളരെയധികം പ്രാധാന്യമുണ്ട്. പാർവതീദേവിയെ സിംഹാസനത്തിലിരുത്തി നന്ദി ഭഗവാന്റെ കൊമ്പുകൾക്കിടയിൽ നിന്നാണ് ഭഗവാൻ മഹാദേവൻ നടനമാടിയത്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ശിവഭഗവാന് നമ്മൾ കൊടുക്കുന്ന അതേ പ്രാധാന്യം നന്ദി ഭഗവാനും കൊടുത്തിരിക്കണം. അന്നത്തെ ദിവസം നന്ദിയോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തൊരു കാര്യവും നമുക്ക് മഹാദേവൻ നടത്തിത്തരും എന്നുമാണ് പറയുന്നത്. അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് വീട്ടിലുള്ള മഹാദേവൻ്റെ ഫോട്ടോയ്ക്ക് മുൻപിലോ, ഇപ്പോൾ ശിവലിംഗമുള്ളവരുടെ കയ്യിൽ തീർച്ചയായിട്ടും നന്ദി ഭഗവാനും ഉണ്ടാവും. അപ്പോൾ അതിന് ചുറ്റുമായിട്ടോ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അന്നത്തെ ദിവസം നമ്മൾ കൂവള മരത്തിന് ജലം സമർപ്പിച്ച് കൂവളത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് കൂവളത്തിൽ തൊഴുന്നത് വളരെ വളരെ ഉത്തമമാണ്. നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ കൂവളമരമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം. ജലം സമർപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും തൊഴുത് അതിന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നത് വളരെ വളരെ നല്ലതാണ്. ഒപ്പം തന്നെ കൂവളമരത്തിൻ്റെ ചുവട്ടിൽ നിന്നും മണ്ണ് എടുത്തു കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ വെക്കുന്നതും വളരെയധികം നല്ലതാണ്. അത് നമുക്ക് ശിവരാത്രിയുടെ അന്നും ചെയ്യാം, അതേപോലെ തന്നെ ശനിപ്രദോഷത്തിൻ്റെ അന്നും ചെയ്യാം. ആ മണ്ണ് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. വീട്ടിലെ ക്യാഷ് ബോക്സിൽ നമുക്ക് ആ മണ്ണ് സൂക്ഷിച്ച് വെക്കാം. കാരണം കൂവളമരം എന്ന് പറയുന്നത് ഹൈലി ആക്ടിവേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ദിവസമാണ് ശനിപ്രദോഷത്തിൻ്റെ അന്നും അതേപോലെ തന്നെ ശിവരാത്രിയുടെ അന്നും. മാത്രവുമല്ല, മഹാലക്ഷ്മി വസിക്കുന്ന കൂവളമര ചുവട്ടിൽ നിന്നും നമ്മൾ മണ്ണെടുത്തു കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ വെക്കുമ്പോൾ നമുക്ക് ധനസമൃദ്ധി ഉണ്ടാവാനും നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യം വരാനും അത് സഹായകമാകും. അതുകൊണ്ട് തന്നെ ഈ കാര്യവും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പർട്ടിക്കുലറായിട്ട് പ്രദോഷ സന്ധ്യാസമയത്ത് ഇത് ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു പ്രദോഷ ദിവസം ഏതൊരു സമയത്തും നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു മന്ത്രമാണ്. ഈ ഒരു മന്ത്രം 27 പ്രാവശ്യം വേണം നമ്മൾ ജപിക്കാനായിട്ട്. വീട്ടിലിരുന്നോ ക്ഷേത്രത്തിലിരുന്നോ ജപിക്കാവുന്നതാണ്. ക്ഷേത്രത്തിൽ പോകുന്നവർ ഭഗവാനെ ശ്രീകോവിലിൽ നോക്കി ഭഗവാനെ നോക്കിക്കൊണ്ടിത് ചൊല്ലാം. അങ്ങനെയല്ല വീട്ടിലാണെങ്കിൽ വീട്ടിലുള്ള മഹാദേവൻ്റെ ഫോട്ടോയ്ക്ക് മുൻപിലോ ശിവലിംഗത്തിന് മുൻപിലോ ഇരുന്ന് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ്. മന്ത്രം ചൊല്ലുന്നതിന് മുൻപായിട്ട് 3 പ്രാവശ്യം ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരാഗ്രഹം മനസ്സിലോട്ട് കൊണ്ടുവന്ന് അത് സാധിച്ചു തരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് അത് സാധിച്ചെനിക്ക് നൽകുന്നതിൽ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കണം. ആഗ്രഹം സെലക്ട് ചെയ്യുമ്പം അത്രമേൽ ആവശ്യമുള്ള, അത്രമേൽ നിങ്ങൾക്കിപ്പോൾ പ്രാധാന്യമുണ്ട് എന്ന് തോന്നുന്ന ഒരാഗ്രഹം, ഒരേ ഒരു ആഗ്രഹം മാത്രമേ നമ്മൾ ഓർക്കാവുള്ളൂ. അത് ഓർത്ത് നമ്മൾ ആദ്യം തന്നെ അത് മനസ്സിൽ കൊണ്ടുവന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം വേണം 27 ടൈംസ് 27 പ്രാവശ്യം നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലാൻ. വളരെ ഭഗവാന്റെ ആ ഓരോ രൂപങ്ങളും നമ്മുടെ മനക്കണ്ണിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കാനായിട്ട്. മന്ത്രം ഇതാണ്: മൃത്യുഞ്ജയായ രുദ്രായ നീലകണ്ഠായ ശംഭവേ അമൃതേശായ സർവായ മഹാദേവായ തേ നമഃ. മൃത്യുഞ്ജയായ രുദ്രായ നീലകണ്ഠായ ശംഭവേ അമൃതേശായ സർവായ മഹാദേവായ തേ നമഃ. ഇതാണ് നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രം.
ആ മൃത്യുഞ്ജയനെ മുന്നിൽ കണ്ടുകൊണ്ട്, രുദ്രതാണ്ഡവമാടുന്ന മഹാദേവനെ കണ്ടുകൊണ്ട്, നീലകണ്ഠനെ കണ്ടുകൊണ്ട്, ശംഭവനെ കണ്ടും അമൃതേശനെ കണ്ടും സർവവ്യാപിയായി നിറഞ്ഞു നിൽക്കുന്ന മഹാദേവനെ കണ്ടുകൊണ്ടും വേണം നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലാൻ. വളരെ പതിയെ ഭഗവാന്റെ ഈ ഓരോ രൂപങ്ങളും മനക്കണ്ണിൽ കണ്ടുകൊണ്ട് വിശ്വാസപൂർവ്വം നമ്മളിത് ചൊല്ലിയാൽ തീർച്ചയായും നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കും. സോ എല്ലാവരും ശനിപ്രദോഷമായ നാളെ കഴിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ഇതിൻ്റെ ഫലം വളരെയധികം കൂടുതലായി തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. വിശ്വാസവും ഭഗവാനോടുള്ള ഭക്തിയും മുന്നിട്ടുകൊണ്ട് നമ്മളിത് ചെയ്താൽ ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേട്ട് ആഗ്രഹ സാഫല്യം തന്നിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.